T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. ടൂർണമെന്റിൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അപരാജിത കുതിപ്പ് തുടരാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ് ഇന്ന്. ടീമിന്റെ വിജയങ്ങൾക്കിടയിലും ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മോശം ഫോം ആശങ്ക ഉയർത്തുകയാണ്. ഏവരും കാത്തിരുന്ന T20 ലോകകപ്പിൽ സൂപ്പർ 8 പോരാട്ടങ്ങൾ ഇന്ന് തുടക്കമാവുകയാണ്. ടൂർണമെന്റിൽ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അപരാജിത കുതിപ്പ് തുടരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണിന്ന്. ടീമിന്റെ വിജയങ്ങൾക്കിടയിലും ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മോശം ഫോമാണ് ആശങ്ക ഉയർത്തുന്നത്. ടൂർണമെന്റിൽ റൺസ് ഒന്നും നേടാനായില്ലെങ്കിലും അദ്ദേഹത്തിന് ടീം മാനേജ്മെന്റിന്റെ ശക്തമായ പിന്തുണയുണ്ട്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് നിരയിൽ മാറ്റമുണ്ടാകില്ലെന്നും സഞ്ജു സാംസണിന് അവസരം ലഭിക്കില്ലെന്നും സ്ഥിരീകരിച്ച രംഗത്ത് വന്നിട്ടുമുണ്ട്. അഭിഷേകിന് പകരം സഞ്ജുവിനെ കളിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ തിലകിന് പകരമോ? എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. പവർ പ്ലേയിൽ ഞങ്ങൾ 40-50 റൺസ് നേടുന്നുണ്ട്. ഇത് സാധാരണ ക്രിക്കറ്റാണ്. ഇത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഉഭയകക്ഷി പരമ്പരകളിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട്. ഇവിടെ വിക്കറ്റുകൾ വ്യത്യസ്തമായിരുന്നു. അത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നുവെന്നാണ് സൂര്യ പറയുന്നത്. നേരത്തെ ഒരു മത്സരമാണ് സഞ്ജു ടൂർണമെന്റിൽ ആകെ കളിച്ചത്. പരിക്കിനെ തുടർന്ന് അഭിഷേകിന്റെ അഭാവത്തിലാണ് നമീബിയയ്ക്കെതിരെ സഞ്ജു സാംസണ് കളിക്കാൻ അവസരം ലഭിച്ചത്. 8 പന്തിൽ 22 റൺസ് നേടിയ അദ്ദേഹത്തിന് പാകിസ്ഥാനെതിരെ അഭിഷേക് തിരിച്ചെത്തിയതോടെ ടീമിലെ സ്ഥാനവും നഷ്ടമായി. അതിനിടെ അഭിഷേകിനെ മാറ്റണമെന്നും സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നും ചില കോണുകളിൽ നിന്ന് ആവശ്യവും ശക്തമാണ്. ലോകകപ്പിന് മുന്നോടിയായി സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റർ. പകരക്കാരനായി ഇഷാൻ കിഷനും ടീമിൽ ഇടം നേടി. എന്നാൽ സഞ്ജുവിന്റെ മോശം ഫോം കാരണം ഇഷാൻ ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിലെത്തി. മാത്രമല്ല, ഓപ്പണർ സ്ഥാനത്ത് അഭിഷേകിനെയും കടത്തിവിട്ടി മികച്ച ഫോമിലാണ് താരം. ICC ടൂർണമെന്റിന് മുമ്പ് ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്ന് സഞ്ജുവിനാകെ 46 റൺസ് മാത്രമാണ് നേടാനായത്. ലഭിച്ച അവസരങ്ങൾ നന്നായി മുതലെടുത്ത ഇഷാൻ കിഷൻ 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 53.75 ശരാശരിയിൽ 215 റൺസ് വാരിക്കൂട്ടി. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. എന്നാൽ സഞ്ജുവിനെ ഒരു പരമ്പരയിൽ മോശം പ്രകടനത്തിന്റെ പേരിൽ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ മാനേജ്മെന്റ് പക്ഷേ അഭിഷേകിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് കൈക്കൊണ്ടത്. ഇറങ്ങിയ 3 മത്സരങ്ങളും സംപൂജനായാണ് അഭിഷേക് ശർമ്മ മടങ്ങിയത്. പവർ പ്ലേയിൽ പവർ ഹിറ്ററായ അഭിഷേകിന്റെ വിക്കറ്റ് നഷ്ടം ഇന്ത്യക്കുണ്ടാക്കിയ നഷ്ടം അത് ചെറുതായിരുന്നില്ല. എന്നാൽ താരത്തെ കൈവിടില്ലെന്നതാണ് സൂര്യകുമാർ നൽകുന്ന സന്ദേശം. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.